എൻ്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിലേ സുഗതനെ കൗൺസിൽ ഇറങ്ങി വരില്ല. കാണിച്ചു തരാം ഏട്ടാ, കാണിച്ചു തരാം. അണ്ണാ, ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ നേതാവില്ലേ, മുൻ സ്പീക്കർ കാർത്തികേയൻ, അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥ് പറഞ്ഞതാണ്. എന്ത് വിലയാണല്ലേ, നിങ്ങൾ വിശ്വസിക്കണ്ട, തെളിവുണ്ട്, കാണണ്ടേ, കണ്ടോക്ക്. ഇവിടെ നമ്മുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ സുഗതൻ ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. കാണിച്ചു തരാം. കണ്ടല്ലോ അല്ലേ, ഇതിൽ കൂടുതൽ വലിയ തെളിവൊന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ. അണ്ണാ, സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് മേയറാണ് സത്യാമൂലം ചൊല്ലിക്കൊടുത്തത്. അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? തെളിവ് വേണോ? അതിനും തെളിവുണ്ട്, കണ്ടോക്ക്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കണ്ടല്ലോ അല്ലേ, സുഗതന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ശബരിനാഥിനോടും ശബരിനാഥിന്റെ കുറേ ശിങ്കിടികളുടെ അടുത്തുമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച കൊക്കെ ഈ കൊക്കാണോ അതോ കുളത്തിലും കായലിലും മീൻ കൊത്താൻ വരുന്നില്ലേ ആ കൊക്കാണോ? ഇനി എനിക്ക് മാറിപ്പോയതാണോ അതോ നിങ്ങൾക്ക് മാറിപ്പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊക്കിന് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ പറയണേ, ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞത് നിങ്ങളുടെ അടുത്താണ് പറയുന്നത്, ഈ പറഞ്ഞത് ഒരു ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? സംശയമില്ല, ജീവൻ കൊടുത്തും സുഗതന സത്യപ്രതിജ്ഞയ്ക്ക് സമ്മതിക്കില്ല. അപ്പം രണ്ടിൻ്റെയും വ്യത്യാസം അറിയാമല്ലോ അല്ലേ? അപ്പം ഇനി ഇതേപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനൊക്കെ വരട്ടെ. അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് പൊട്ടട്ടെ കാര്യങ്ങൾ, വെടിപ്പാട്ട് മുറ പോലെ കാണാട്ടാ.